റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പരോൾ കിട്ടാത്തതിലും ജയിൽ മാറ്റമുണ്ടാകാത്തതിലുമുള്ള വിഷമത്തെ തുടർന്നാണ് ജയിൽ ചാടാൻ തീരുമാനിക്കുന്നതെന്നാണ് ഗോവിന്ദച്ചാമിയുടെ മൊഴിയുടെ വിശദാംശമായി പുറത്തുവരുന്നത്. 10 മാസം മുൻപ് തടവറയുടെ അഴി മുറിച്ചു തുടങ്ങി 7 കമ്പികളാണ് മുറിച്ചു മാറ്റിയത്. ഓരോന്നും മുറിച്ചു മാറ്റുമ്പോൾ നൂൽ കൊണ്ട് കെട്ടി അടയാളം വെക്കാറുണ്ടെന്നും മൊഴിയിലുണ്ട്. മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. അർജുൻ കല്യാടാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അർജുൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ ഇത് 10 മാസം മുൻപ് തുടങ്ങിയ പ്രവൃത്തിയാണ് ഈ ജയിൽ ചാടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി എന്നതാണ്. പലതരത്തിലുള്ള അടവുകൾ പ്രയോഗിച്ചു. ഇതൊന്നും ജയിൽ ഉദ്യോഗസ്ഥർ അറിഞ്ഞതേയില്ല. ഇയാൾ മൊഴി നൽകിയിരിക്കുന്നതിൽ മറ്റു കാര്യങ്ങൾ എന്താണ്? വിനീത, ഇന്നലെ തന്നെ മൊഴിയുടെ ചില ഭാഗങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. അതിൽ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതായത് ഇത് ഒരു ചെറിയ, അതായത് 1-1.5 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ആലോചനയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു ജയിൽ ചാട്ടമല്ല എന്നുള്ളത് തന്നെയാണ് ഗോവിന്ദച്ചാമി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. 2017 തന്നെ ഇത്തരത്തിൽ ജയിൽ ചാടുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ, ആലോചനയൊക്കെ ഗോവിന്ദച്ചാമി നടത്തിയിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി ആ ഘട്ടത്തിൽ വന്നിരുന്നത് സെല്ലുകൾ ഗോവിന്ദച്ചാമിയെ മാറ്റിയിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ആ ഘട്ടങ്ങളിലൊന്നും തന്നെ, അല്ലെങ്കിൽ 2017 ശേഷം ഇത്തരം പ്രവർത്തികൾ നടത്താൻ വേണ്ടി ഗോവിന്ദച്ചാമിക്ക് വെല്ലുവിളിയായി നിന്നത്. എന്നാൽ 10 മാസം മുൻപ് ഈ പറയുന്ന ഇപ്പോൾ അഴി മുറിച്ചു മാറ്റിയിട്ടുള്ള ആ സെല്ലിലേക്ക് ഗോവിന്ദച്ചാമിയെ മാറ്റി. അതിന് തൊട്ടു പിന്നാലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ആലോചനകൾ, പ്രവർത്തികൾ, ആയുധമൊരുക്കൽ, അങ്ങനെ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു എന്നുള്ളതാണ് മൊഴിയിൽ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, താൻ പരോളിന് വേണ്ടി അപേക്ഷ നൽകിയിരുന്നു, അല്ലെങ്കിൽ പരോൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തി. പക്ഷേ ആ ഇടപെടലുകളൊന്നും ഫലം കണ്ടില്ല. തനിക്ക് ജയിൽ മാറ്റം ആഗ്രഹമുണ്ടായിരുന്നു. അത് നടക്കാതെ വന്നതോടുകൂടിയാണ് ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് താൻ നീങ്ങിയത് എന്നുള്ള കാര്യം കൂടി മൊഴിയിൽ നൽകുന്നത്. ആളൂരിനെ പോലുള്ള അഭിഭാഷകന്മാർ, ആളൂരിൻ്റെ മരണം, അതിനുശേഷം നിയമ പോരാട്ടം അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി, തനിക്ക് വേണ്ടി നിയമപരമായി ഇടപെടാൻ വേണ്ടി ആരുമില്ലാത്ത ഒരു സ്ഥിതിയായി. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുന്നേ ഈ ഗോവിന്ദച്ചാമിയുടെ സഹോദരൻ ജയിലിലേക്ക് എത്തിയ ഘട്ടത്തിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഗോവിന്ദച്ചാമിയുമായി സംസാരിച്ചു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് ജയിൽ ചാടാനുള്ള തീരുമാനമെടുത്തത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാവുന്നുണ്ട്. പലതവണ സെല്ലുകൾ മാറ്റിയത് കാരണം ഈ പറയുന്ന ഒരു വെല്ലുവിളിയായി ഗോവിന്ദച്ചാമിക്ക് മുന്നിൽ നിന്നു. 7 കമ്പികൾ, അതായത് ഈ സെല്ലിൻ്റെ 7 കമ്പികളിൽ ഇത്തരം തുരുമ്പ് പിടിപ്പിക്കുകയും അതിൽ 7 കമ്പികൾ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുറിച്ചു മാറ്റാനുള്ള ശ്രമവും ഗോവിന്ദച്ചാമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. രാത്രി സമയങ്ങളിലാണ് ഇത് കൂടുതലും ചെയ്തിരുന്നത്. പകൽ സമയങ്ങളിൽ പൂർണ്ണമായും കിടന്നുറങ്ങുന്ന ഒരു പ്രകൃതമാണ്, അല്ലെങ്കിൽ അത്തരം ഉറങ്ങാനാണ് സമയം ചിലവഴിച്ചത് എന്നുള്ള കാര്യം കൂടി മൊഴിയുടെ ഭാഗമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം, അതായത് ഭക്ഷണം കഴിക്കാനുള്ള സ്റ്റീൽ പാത്രം രാത്രി ഈ കമ്പി മുറിക്കാൻ തുടങ്ങുന്ന ആ പ്രവൃത്തിക്ക് ഏകദേശം തൊട്ട് മുൻപായി തന്നെ വെറുതെ ഒന്ന് കൊട്ടി നോക്കുകയും, അങ്ങനെ ആരും തന്നെ ഈ സെല്ലിലേക്കോ അല്ലെങ്കിൽ മറ്റ് പരിസര പ്രദേശങ്ങളിലേക്കോ ഈ ശബ്ദം കേട്ട് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഈ സെല്ലിൻ്റെ കമ്പി മുറിക്കൽ പ്രവൃത്തി നടത്തിയത് എന്നുള്ള കാര്യം കൂടി മൊഴിയുടെ ഭാഗമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജയിൽ വളപ്പിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആക്രി, അതായത് ഇന്നലെ തന്നെ പറഞ്ഞതാണ് ആക്സോ ബ്ലേഡ്, അവിടെ പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ജയിലിൻ്റെ മതിൽക്കെട്ടിന് അകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള പലതരത്തിലുള്ള സാധനങ്ങൾ ജയിലിൻ്റെ പല മേഖലയിൽ, സെല്ലിലേക്ക് മാത്രമല്ല, സെല്ലിലേക്ക് കൊണ്ടുവന്നതിന് പുറമെ പല മേഖലയിലായി ഇത് സൂക്ഷിച്ചു വെക്കുകയും അല്ലെങ്കിൽ അവിടെയൊക്കെ കരുതി വെക്കുകയും, അങ്ങനെ അത് ഓരോ ഘട്ടങ്ങളിലായി ആവശ്യം വരുന്നതിനനുസരിച്ച് ആ സാധന സാമഗ്രികളെല്ലാം തന്നെ ശേഖരിച്ചു കൊണ്ടുവരികയും ഈ ജയിൽ ചാടാൻ ആവശ്യമായിട്ടുള്ള അത്തരം ചില പ്രവർത്തികൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഇന്നലെ തന്നെ ഈ ചപ്പാത്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കഴിച്ച് തടി കുറക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുള്ള കാര്യം പറഞ്ഞതാണ്. ഇതിന് സമാന്തരമായി തന്നെ അത്തരം ചില കാര്യങ്ങൾ കൂടി, അതായത് ഭക്ഷണ ക്രമീകരണത്തിലൂടെ തൻ്റെ ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കവും ഗോവിന്ദച്ചാമി നടത്തി. എന്തായാലും വിനീത,
ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്രമാത്രം, അതായത് ഒരു ജയിൽ ചാട്ടത്തിനു വേണ്ടി ഗോവിന്ദച്ചാമി തയ്യാറാക്കിയിട്ടുള്ള പദ്ധതി, അത് അതിവിപുലമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. നീണ്ടു നിൽക്കുന്ന, അതായത് 10 മാസം മുൻപ് തുടങ്ങിയിട്ടുള്ള ഒരു പ്രവൃത്തി, ശരീരമൊരുക്കൽ തുടങ്ങി ഈ സെല്ലിൻ്റെ കമ്പി മുറിക്കുന്ന നടപടികൾ ഉൾപ്പെടെ അത്രയും നീണ്ടു നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ പറയുന്ന ഗോവിന്ദച്ചാമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു ജയിൽ ചാട്ടം തന്നെ ആണ് ഇതിലുണ്ടായിരിക്കുന്നത്. ജയിൽ അധികൃതർക്ക് ഈ സംഭവമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള പ്രാഥമിക നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 3 ജയിൽ ഉദ്യോഗസ്ഥർക്ക് ഇന്നലെ സസ്പെൻഷൻ നൽകിയത്. ഒരുപക്ഷെ സസ്പെൻഷൻ നടപടികൾ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടാവുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായി ഇന്നലെ 14 ദിവസത്തെ റിമാൻഡിലാണ് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഗോവിന്ദച്ചാമിക്ക് എതിരെ, അല്ലെങ്കിൽ അത്തരം ഗോവിന്ദച്ചാമിക്ക് റിമാൻഡ് 14 ദിവസമാണ് നൽകിയത്. അതിനുശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിൽ തന്നെയാണ് ഗോവിന്ദച്ചാമി കഴിയുന്നത്. ഇന്ന് 10 മണിയോടുകൂടി ഇവിടെ നിന്നും വിയൂർ ജയിലിലേക്ക് മാറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരക്ഷാ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ജയിൽ വകുപ്പിൻ്റെയും സൂപ്രണ്ടിൻ്റെയും തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു ജയിൽ മാറ്റം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ജയിൽ DIG ഇന്നലെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ ജയിൽ സന്ദർശിക്കേണ്ടതാണ്. ആ ഘട്ടത്തിലായിരുന്നു ഇങ്ങനെയൊരു ജയിൽ ചാട്ടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ജയിൽ DIG ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ട് ഇടപെടുകയും ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സംഭവിച്ചതെന്ന കാര്യം വിലയിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന്, അതായത് ഇന്നലെ ഇവിടെ ജയിൽ സന്ദർശനം കഴിഞ്ഞ് ജയിൽ DIG മടങ്ങേണ്ടതായിരുന്നു. പക്ഷേ ജയിൽ DIG ഇവിടെ നിന്നും മടങ്ങിയിട്ടില്ല, കണ്ണൂരിൽ തന്നെ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജയിൽ മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനം, ഒരു ഉത്തരവ് ഇന്നലെ തന്നെ ജയിൽ വകുപ്പിനോട് അല്ലെങ്കിൽ അക്കാര്യങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. എന്തായാലും വലിയ ഒരു പ്ലാനിങ്, വലിയ ഒരു ആസൂത്രണമൊക്കെ നടത്തി തന്നെയാണ് ഗോവിന്ദച്ചാമി ഈ ജയിൽ ചാട്ടത്തിന് പദ്ധതിയിട്ടിരിക്കുന്നത്. ജയിൽ ചാട്ടം നടത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തികളെല്ലാം തന്നെ, അതിൻ്റെ മുന്നൊരുക്കങ്ങളെല്ലാം ഒരുക്കിയത്. ഇന്ന് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തന്നെയാണ് ഗോവിന്ദച്ചാമി ഉള്ളത്. ഇന്ന് 10 മണിയോടുകൂടി തന്നെ ഗോവിന്ദച്ചാമിയെ മറ്റൊരു ജയിലിലേക്ക്, അതായത് വിയൂരിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് അന്തിമമായി ലഭിക്കുന്ന വിവരം. വിയൂരിലേക്ക് 10 മണിയോടുകൂടി ഗോവിന്ദച്ചാമിയെ മാറ്റുകയും ചെയ്യും. വിനീത. ശരി അർജുൻ, കൂടുതൽ അപ്ഡേറ്റുകൾക്കായി വീണ്ടും എത്താം. ഏതായാലും വലിയ ആസൂത്രണം തന്നെ ഗോവിന്ദച്ചാമി നടത്തി, പക്ഷേ ജയിൽ ഉദ്യോഗസ്ഥർ ഇത് അറിയാതെ പോയി എന്നതാണ് ഗുരുതരമായ വീഴ്ച. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും വന്നേക്കും. കൂടുതൽ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരും മണിക്കൂറുകളിലെത്താം. ഇപ്പോൾ മറ്റു പ്രധാന